ഇന്ത്യൻ ഗവൺമെൻറ് യൂണിയൻ ബഡ്ജറ്റ് പ്രഖ്യാപനമായിരുന്നു ഇന്നലെ. പ്രവാസികൾക്ക് എന്തെങ്കിലും ഗുണം ഈ ബഡ്ജറ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നും ഒരു ഇൻവെസ്റ്ററിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഈ ബഡ്ജറ്റിലൂടെ സംഭവിച്ചിട്ടുള്ളതും എന്ന് നോക്കാം. NRI സംബന്ധിച്ച് തീർത്തും നിരാശകരമായ ഒരു ബഡ്ജറ്റാണ്. ഒരു കാര്യത്തിലും NRIയെ പറ്റി ഒരു വാക്കുപോലും പറയാതെ പോയ ബഡ്ജറ്റാണ്. യാതൊരു തരത്തിലും ഗുണവും ദോഷവും ഇല്ലാതെ പോയ ഒരു ബഡ്ജറ്റ് എന്ന് കൂടി നമുക്ക് ഈ ബഡ്ജറ്റിനെ വിശേഷിപ്പിക്കാം. ഏറ്റവും കൂടുതൽ ആവശ്യം എല്ലാവരും ഉന്നയിക്കുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യത്തിലാണ്. മറ്റു പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഏറ്റവും ആവശ്യം അത് തന്നെയാണ്. ഒരു പകൽ കൊള്ള തന്നെയാണ്. സീസൺ ടൈമിൽ വളരെ അന്യായമായി പിടിച്ചു പറിക്കുന്ന രീതിയിലാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് 3 ഇരട്ടിയും 4 ഇരട്ടിയും ഒക്കെ ആയിട്ട് ആളുകളിൽ നിന്ന് വാങ്ങുന്നത്. ഇത് നിയന്ത്രിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഗവൺമെൻറ്റുകളെ കൊണ്ട് സാധിക്കുമെന്നും അല്ലെങ്കിൽ അവരതിനു വേണ്ടി ഇടപെടുമെന്നും തോന്നുന്നില്ല. കാരണം നേരത്തെ ഗവൺമെൻറ് കയ്യിൽ ഉണ്ടായിരുന്ന പബ്ലിക് സെക്ടറായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് പോലുള്ള സ്ഥാപനങ്ങൾ അന്ന് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് ടാറ്റ അത് ഏറ്റെടുത്ത് നടത്തുമ്പോൾ എങ്ങനെ നിയന്ത്രിക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അതൊക്കെ നമുക്കിങ്ങനെ പറയാവുന്നുള്ളതല്ലാതെ ഈ സർക്കാരുകൾ അതിന് യാതൊരുവിധ നടപടിയും എടുക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. പിന്നെ പലപ്പോഴും പലരും പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ്. അത് NRI പ്രവാസ ലോകത്ത് പഠിച്ച് നല്ല ഉയർന്ന മാർക്ക് വാങ്ങിച്ച കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ പെൻഷനൊക്കെയാണ്. ഇതൊന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ്റുകൾ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമെന്നും എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. പക്ഷേ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, പ്രവാസ ലോകത്ത് ജീവൻ നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഇവർക്ക് തീർച്ചയായിട്ടും ഇവരുടെ കുടുംബത്തിന് വേണ്ടി ഒരു എമർജൻസി ഫണ്ട് ഗവൺമെൻറ്റുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഇൻകം ഉണ്ടായിരുന്ന വ്യക്തി മരണപ്പെടുമ്പോൾ നാളെ മുതൽ ആ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു വലിയ ചോദ്യചിഹ്നമാണ്. ആ ചോദ്യചിഹ്നത്തിനുള്ള ഉത്തരത്തിന് ഒരു വലിയ പിന്തുണ നൽകാനെങ്കിലും സർക്കാരിനെ സാധിക്കണം. അത് മറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും മറ്റു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു ഇടപെടലും പ്രവാസി ലോകത്തിന് അല്ലെങ്കിൽ പ്രവാസികൾക്ക് നേരിട്ട് ലഭിക്കുമെന്നും യാതൊരു പ്രതീക്ഷയുമില്ല. ഇൻവെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും മോശകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ക്യാപിറ്റൽ ടാക്സ് ഗെയിൻ്റെ വർധനമാണ്. നേരത്തെ അത് 10% ആയിരുന്നു. അതായത് ഒരു വർഷത്തിന് ശേഷമുള്ള ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സിൽ 10% നമ്മൾ നേരത്തെ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ അത് 12.5 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് വലിയ ദോഷം തന്നെയാണ്. ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചും ഇനിയും വരാൻ പോകുന്ന ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇനിയും ബാക്കിയാണ്. ഇപ്പോഴും ഇന്ത്യയിൽ 10% ആളുകൾ മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ അവരെ പ്രചോദനം നൽകുന്നതിന് പകരം വീണ്ടും അതിൽ ടാക്സ് കൊണ്ടുവരുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നി. 2 ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സാണ്. നേരത്തെ 15% ആയിരുന്നു. ഇപ്പോൾ അത് 20% ആയിട്ട് വീണ്ടും വർദ്ധിപ്പിച്ചു. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന് മുൻപ് ക്യാഷ് റെഡീം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അത് പിന്നെയും കുഴപ്പമില്ല. കാരണം അതൊരു ലോങ് ടൈമിലൊരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഗോളോ ഒന്നും അല്ലാതെ ട്രേഡിംഗ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ചെറിയ ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ഇരട്ടിയാക്കാനൊക്കെ ആഗ്രഹിച്ച് മാർക്കറ്റിലേക്ക് വരുന്നവരാണ്. അവർ കറണ്ട് ടാക്സ് സ്ലാബിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതായത് നേരത്തെ 6 to 7 ലാക്ക് ഇൻകം ഉണ്ടായിരുന്നവർക്ക് 10% ആയിരുന്നു ടാക്സ്. ഇപ്പോൾ അത് 5% ആയിട്ട് കുറച്ചിട്ടുണ്ട്. അതുമാത്രമല്ല മിഡിൽ ക്ലാസ് ഫാമിലി മാനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആശ്വാസം ലഭിക്കുന്ന കാര്യം. മറ്റൊന്ന് ലോങ് ടൈം ടാക്സ് ഫ്രീ നേരത്തെ 1 lakh rupees ആയിരുന്നു. ഇപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ട് 1.25 lakhs വരെ ആക്കിയിട്ടുണ്ട്. അതും ചെറിയ ഒരു വിഷമത്തിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ബഡ്ജറ്റിലൂടെ പ്രവാസികളെ സംബന്ധിച്ചും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനുള്ളത്.